കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള പത്രമായ ദീപികയും ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ചേർന്നിട്ടില്ല. അത് ചേരാനും സാധ്യതയുമില്ല. കാര്യങ്ങൾ കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതേസമയം ബലപേശലിന് വേണ്ടി ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണം, മന്ത്രി വേണം, KPC പ്രസിഡന്റ് വേണം, മറ്റേ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വേണം, അങ്ങനെയുള്ള ഒരു അവകാശവാദങ്ങളും ഒരിക്കലും കത്തോലിക്ക സഭയെ മുന്നോട്ട് വച്ചിട്ടില്ല. ദീപിക പത്രവും അത്തരം നിലപാടുകളിൽ നിന്ന് എതിരുമാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ എഡിറ്റോറിയലിൽ ദീപിക വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കോൺഗ്രസിനോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അധികാരക്കൊതിയൊക്കെ പ്രാപ്തിയുള്ള നേതാവ് പ്രസിഡൻ്റാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. പക്ഷേ ഒരു മതത്തിന് വേണ്ടിയുമല്ലാതെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുക, ഏതായാലും ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണം, KPC പ്രസിഡന്റ് വേണം എന്നൊന്നും പറയാൻ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പിനേക്കാൾ വിവേചനം കൂടാതെ നീതി വിതരണം ചെയ്യുന്നതിലാണ് കാര്യം. അതൊന്ന് ഉറപ്പാക്കിയാൽ മതി. അധ്യക്ഷൻ്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം. അതാണ് അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അതായത് രാജ്യത്ത് മതേതരത്വം ഉണ്ടാവണം, അത് ഏത് പാർട്ടിയിലും ഉണ്ടാകണം. കേരളത്തിലെ ഒരു പ്രമുഖ ഏറ്റവും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിലെ, ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം ആർക്കും തള്ളാനാവില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും രാജ്യത്തിൻ്റെ കൂടി ചലനങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെ ശക്തമായിട്ട് കോൺഗ്രസ് പാർട്ടി ഉള്ള ഒരു സംസ്ഥാനമാണിത്. അതിനാലാണ് കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത പ്രസിഡന്റ് കത്തോലിക്കനാവണമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു വരുത്തുകയും അതനുസരിച്ച് ചർച്ചകൾ നടക്കുകയും അവസാനം 2 കത്തോലിക്കരുടെ പേരുകൾ, ആൻ്റോ ആൻ്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും പേരുകൾ വരികയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കത്തോലിക്ക സഭ പറഞ്ഞിട്ട്, അല്ല കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ ഇത് ശുപാർശ ചെയ്തിട്ട് ആണ് എന്നൊരു പ്രചരണം ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് സഭയുടെ നിലപാടുകളും ദീപികയുടെ നിലപാടും ഒക്കെ വരേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മിണ്ടാതിരുന്നതിന് ശേഷം കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നത്. നമുക്ക് വേണ്ടത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പല്ല, ഇവിടെ നീതി നടപ്പാക്കുകയാണ്, മതേതരത്വം ആണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര, അതിലേക്ക് പോകണമെന്ന് കൃത്യമായ നിലപാടാണ് ദീപിക ഇന്ന് മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ കോൺഗ്രസ് പാർട്ടിയിൽ പതിവല്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ ആര് വന്നാലും ഈഴവന് കൊടുക്കുന്നു, നായർക്ക് കൊടുക്കുന്നു, അല്ലെ മുസ്ലിമിന് കൊടുക്കുന്നു, അല്ലെ ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഇത്തരത്തിൽ അതിനെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും പ്രത്യേകിച്ച് മറ്റ് പാർട്ടികൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ CPM-ഉം BJP-യും അത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടും. ചില മാധ്യമങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഇതെല്ലാം കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തതല്ല, മത നേതാക്കൾ നിർദ്ദേശിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. അതിനെ കോൺഗ്രസ്സാണ് ചെറുക്കേണ്ടത്. പക്ഷേ ഇവിടെ കത്തോലിക്ക സഭയെ അതിനകത്ത് ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് വന്നപ്പോഴാണ് അത് ദീപിക നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട മെത്രാന്മാരും അറിയാതെ അത്തരമൊരു എഡിറ്റോറിയലിലേക്ക് പോകുന്നതിനും എഡിറ്റോറിയലിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത്തരം എന്താണ് എഴുതാൻ പോകുന്നതെന്നുള്ള സന്ദേശം ചിലപ്പോൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സഭയുടെ മേലധികാരികൾക്കും അറിവുണ്ടാകാനിടയുണ്ട്.